ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. പ്രമോ വിശേഷമൊക്കെ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. പ്രമോ വിശേഷം ഒരു കിടിലൻ വിശേഷം തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ഗോമതിയുടെ അമ്മയെ അലോഹ് കഴുത്ത് ഞെരിച്ച് കൊന്നു കളയുകയാണ്. ആ ഒരു പ്രമാണം ആ അമ്മ കൊടുക്കാത്തത് കൊണ്ട് തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലോഹ അങ്ങനെ ചെയ്യുന്നത്. ഇത് സത്യമാണോ അതോ ഇനിയിപ്പം ആരെങ്കിലും സ്വപ്നം കാണുന്നതാണോ എന്നൊന്നും അറിയില്ല. അപ്പൊ ആ ഒരു അടിപൊളി സീന് തന്നെയാണ് നമുക്ക് പ്രമോയിൽ കിട്ടിയേക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ബാലനാണെങ്കിൽ ആര്യനോട് സൗമ്യതയിൽ ചെന്ന് പറയുകയാണ്, മോനെ നീ ഇങ്ങനെ കഷ്ടപ്പെടരുത്, നിനക്ക് പഠിച്ച് നല്ലൊരു ജോലി മേടിക്കുന്നത് കാണാനല്ലേ ഈ അച്ഛൻ ആഗ്രഹം, അതുകൊണ്ടല്ലേ മോനോട് ജോലിക്ക് പോകാൻ പറയുന്നത്, അല്ലാതെ മോനോടുള്ള പഠിക്കാൻ പോകാൻ പറയുന്നത്, അല്ലാതെ മോനോടുള്ള ഇഷ്ടക്കേടൊന്നും കൊണ്ടല്ലല്ലോ. അതുകൊണ്ട് മോനൊരു കാര്യം ചെയ്യണം, മോന് പഠിക്കാൻ താല്പര്യം ഇല്ല എങ്കിൽ മോൻ കഷ്ടപ്പെടാതെ നീ ഗോമതി സ്റ്റോറിൽ വന്ന് നിൽക്കൂ എന്ന് സൗമ്യതയോടുകൂടി പറയുകയാണ് കേട്ടോ. കാരണം നമ്മുടെ ബാലൻ ഇങ്ങനെ സൗമ്യതയോടുകൂടി ആര്യനോട് സംസാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന പോലെയാ തോന്നുന്നത്. അപ്പൊ അതേപോലെ സൗമ്യതയായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പൊ ആ ഒരു സീനുമാണ് പ്രമോയിൽ വന്നിരിക്കുന്നത്. ഈ രണ്ട് സീനാണ്. പലർക്കും കറണ്ടൊക്കെ ഇല്ലായിരിക്കാം, അതുകൊണ്ട് നിങ്ങളൊന്നും പ്രമോ കണ്ട് കാണത്തില്ലായിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ആ ഒരു ചെറിയ പ്രമോ തന്നെ എടുത്ത് പറഞ്ഞത്. നമുക്ക് ഇവിടെ കറണ്ട് ഇല്ല, നമുക്ക് അതുകൊണ്ടാണ് കറക്റ്റായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാത്തത്. അതാണ് കേട്ടോ കറക്റ്റായിട്ട് നമ്മൾ വീഡിയോ ഇപ്പോൾ ഇടാത്തത്. കറണ്ടുള്ള സമയങ്ങളിൽ ഫോണിൽ ചാർജ് കയറ്റി വെക്കും. എന്നിട്ട് നമുക്ക് ഞാൻ ഫോൺ വേറെ അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല, എങ്കിലും ചിലപ്പം ചാർജ് ഇറങ്ങി പോകട്ടോ നമ്മൾ ഒരു വീഡിയോ എടുക്കുമ്പോൾ തന്നെ. അപ്പം ഞാൻ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാട്ടോ, ബോറടിപ്പിക്കുന്നില്ല. അങ്ങനെ നാളെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവീനെയും അതുപോലെ തന്നെ നമ്മുടെ മിത്രേനെയും തന്നെയാണ്. അവർ തമ്മിൽ കെട്ടിപ്പിടിച്ച് അവരുടെ പ്രശ്നങ്ങളൊക്കെ പോയി. അങ്ങനെ നമ്മുടെ മിത്ര അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആനന്ദ് പറയുന്നുണ്ട്, കണ്ടില്ലേ മിത്രയ്ക്ക് വേറെ വിഷമങ്ങളും സങ്കടങ്ങളോ അതുപോലെ തന്നെ നിന്നോട് കുശുമ്പോ കുഞ്ഞായ്മയോ ഒന്നുമില്ല. ആ കുട്ടി അങ്ങനെ തന്നെയാ, ആ കുട്ടിയുടെ സ്വഭാവം കണ്ടില്ലേ, നീയാ മനസ്സിൽ ഇതൊക്കെ കൊണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞപ്പം എന്താ ആനന്ദേട്ടാ പറയുന്നത്, ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കുന്നെന്നോ, എന്ത് മനസ്സിൽ കൊണ്ട് നടക്കുന്നെന്ന്. ഇപ്പം മീനാക്ഷി വന്ന് മിത്രയുടെ കാര്യമല്ല കേട്ടോ, സോറി, നമ്മുടെ മീനാക്ഷിനെ ആട്ടോ കാണിക്കുന്നത്. മിത്രേനെ അല്ല, മീനാക്ഷിനെയും നമ്മുടെ ദേവീനെയാണ് കാണിക്കുന്നത്. ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പൊ മീനാക്ഷി പറയുന്നുണ്ട്, അല്ല മീനാക്ഷി അല്ല, നമ്മുടെ ദേവി പറയുന്നുണ്ട്, അതിന് ഞാൻ എന്താ ചെയ്തത്, അല്ലെങ്കിലും അവളുടെ അടുത്ത് ആ ചോക്ലേറ്റ് മേടിക്കാൻ ചെന്നപ്പം അവൾക്ക് ഭയങ്കര ഗമയില്ലായിരുന്നോ, അതുകൊണ്ടല്ല ഞാൻ ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞത്. പിന്നെ ഇവിടെ ഉള്ളവരെല്ലാവരും പാവാന്നൊക്കെ എനിക്ക് അറിയാം ആനന്ദേട്ടാ, പക്ഷെ എന്നോട് എല്ലാവർക്കും ഒരു പ്രത്യേക ഒരു ഇഷ്ടക്കുറവ്, എനിക്കറിയില്ല അത് എന്താന്ന്. ബാലച്ചന് മാത്രമേ എന്നോടൊരു മമതയും ഒരു ഇഷ്ടമൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞപ്പം, അത് പിന്നെ നിന്നോട് ഇഷ്ടക്കുറവൊന്നും ഉണ്ടായിട്ടല്ലായിരിക്കും, നിനക്കത് തോന്നുന്നൊന്നും അല്ല ആനന്ദേട്ടാ. എൻ്റെ ഈ സൗന്ദര്യത്തിലും അതുപോലെ എനിക്ക് എല്ലാ കഴിവുകളും ഇല്ലേ, അടുക്കളയിൽ ജോലി ചെയ്യും, പഠിപ്പിന് പഠിപ്പ്, സൗന്ദര്യത്തിന് സൗന്ദര്യം, ഇതൊക്കെ കണ്ടിട്ടായിരിക്കും അല്ലേ എല്ലാവർക്കും എന്നോട് കുശുമ്പ് അസൂയൊക്കെ. അതും ചിലപ്പോൾ ആയിരിക്കാൻ ചാൻസ് ഉണ്ട് എന്നിങ്ങനെ നമ്മുടെ ആനന്ദ് ചിരിച്ചുകൊണ്ട് പറയാണ്. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മിത്രേനെയാണ് കേട്ടോ. അപ്പൊ മിത്രയും ആര്യനും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് വേറെ കാര്യമൊന്നുമല്ല, ഭാവി കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ മിഥുന്റെ കാര്യങ്ങളും, മിഥുനെ എങ്ങനെ നേരിടണമെന്നും നീ അതോർത്ത് വിഷമിക്കണ്ട എന്നും ഒക്കെ എപ്പോഴും ഒക്കെ ഇവര് സംസാരിക്കുന്ന കുറച്ച് സംസാരങ്ങളുണ്ടല്ലോ. അപ്പൊ അതുപോലെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ബാലൻ അകത്തേക്ക് കയറി വരുന്നത്. അപ്പം മക്കളെന്ന് വിളിച്ചുകൊണ്ട് തന്നെയാട്ടോ കയറി വരുന്നത്. അപ്പം പെട്ടെന്ന് നമ്മുടെ മിത്ര പറഞ്ഞു, ആ അച്ഛാ കയറി വാച്ചാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ബാലൻ പറഞ്ഞു, അതെ ഞാൻ വന്നത് വേറൊന്നിനും അല്ല മോനെ, നിന്നെ കണ്ടാൽ എനിക്ക് മനസ്സിലാവും നിനക്ക് നല്ല ക്ഷീണമുണ്ട്, നീ എന്തിനാ രാവെന്നോ പകലെന്നോ ഒന്നും ഇല്ലാതെ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്, നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുമ്പം നിന്റെ മാതാപിതാക്കൾക്ക് എന്തുമാത്രം വേദനയുണ്ടെന്ന് നീ ഒന്ന് മനസ്സിലാക്കണം. കാരണം വേറൊന്നുമല്ല, നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനമുണ്ട്. അതിലുപരി നിന്നെ ഒരു വലിയൊരാളാക്കി തീർക്കണമെന്ന് പല സ്വപ്നങ്ങളും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മോനെ നീ ഇപ്പൊ എല്ലാം മറന്ന് പഠിക്കാനുള്ള ചെലവുകളെല്ലാം ഞാൻ നോക്കിക്കോളാം. പിന്നെ എന്നോ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അത് മനസ്സിലിട്ട് അത് ഊതിപ്പെരിപ്പിച്ച് മോനെ നീ അത് വിട്ടുകളാ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ മിത്രം പറഞ്ഞു, മിത്ര പറഞ്ഞു,
അച്ഛാ അങ്ങനെയൊന്നുമില്ല, ആര്യന്റെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല, അച്ഛാ എന്നല്ല അങ്കിളെ എന്നല്ല വിളിക്കുന്നത്, അങ്കിളെ അങ്ങനെയൊന്നും ആര്യന്റെ മനസ്സിലില്ല, പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പം ആര്യന്റെ മനസ്സിൽ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഇനി നിനക്ക് പഠിക്കാൻ താല്പര്യം ഇല്ല എങ്കിൽ എന്തിനാ മോനെ നീ കഷ്ടപ്പെടുന്നത്? നീ ഗോമതി സ്റ്റോഴ്സിൽ വാ. ഇത് ഞാൻ മാന്യതയുടെ പുറത്ത്, അതുപോലെ തന്നെ എൻ്റെ മകനാന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. ഇത്രയും ദിവസം ഞാൻ ഇങ്ങനെയല്ല നിന്നോട് സംസാരിച്ചതെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്കിങ്ങനെ സംസാരിക്കേണ്ടി വന്നു. നിന്റെ കഷ്ടപ്പാടുകളൊക്കെ ഞാൻ കാണുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് നീ ഗോമതി സ്റ്റോഴ്സിലേക്ക് വരാറ്. ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ ആര്യം പറഞ്ഞു, അത് പിന്നെ അച്ഛൻ നല്ല രീതിയിൽ തന്നെ എന്നെ വിളിക്കുന്നതെന്ന് എനിക്കറിയാം. അത് ഇപ്പോഴല്ല, അച്ഛൻ ഇതിനു മുമ്പും ഗോമതി സ്റ്റോഴ്സിൽ എന്നെ വിളിക്കാൻ നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് അച്ഛൻ എന്നോടുള്ള സ്നേഹം കൊണ്ടാന്ന് എനിക്ക് അറിയാം അച്ഛാ. പക്ഷേ എനിക്ക് അതിനോട് താല്പര്യം ഇല്ലാഞ്ഞിട്ട് അച്ഛ, അല്ലാതെ ഒരിക്കലും ഞാൻ അച്ഛനെ ധിക്കരിക്കുന്നതോ അച്ഛനെ ഇഷ്ടമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. എനിക്ക് അച്ഛനെ അറിയാം, അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ എൻ്റെ ഇഷ്ടങ്ങളല്ലേ ഞാൻ നോക്കേണ്ടത്. എനിക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യുമ്പോഴല്ലേ എനിക്ക് സന്തോഷത്തോടു കൂടി ജോലി ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് അച്ഛനൊന്നും തോന്നരുത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് കഴിഞ്ഞാണ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ അലോഹിനെ. അപ്പൊ അലോഹ ആണെങ്കിൽ ഇങ്ങനെ മനസ്സിൽ എന്തൊക്കെയോ ഇങ്ങനെ, ഒന്നാമത് വിവാഹമൊന്നും നടക്കുന്നില്ല, അതിൻ്റെ കൂടെ ഇപ്പം പ്രമാണമൊട്ട് എവിടെയാണെന്ന് അറിയത്തുമില്ല, പ്രമാണത്തിന്റെ കാര്യമൊന്നും നമ്മുടെ ഗോമതിയുടെ അമ്മ പറയുന്നുമില്ല. അപ്പൊ അതുകൊണ്ടൊക്കെ ആകെപ്പാടെ പുള്ളിക്കാരൻ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ തന്നെയാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ അലോഹ് എന്ത് ചെയ്യുന്നു, മുത്തശ്ശിയോട് ചോദിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു നേരെ റൂമിലേക്ക് ചെല്ലുന്നത്. രണ്ടിലൊന്ന് ഇന്ന് അറിയണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. എല്ലാവരും കാരണം എൻ്റെ കല്യാണമാണ് മുടങ്ങി പോകുന്നത്, എൻ്റെ ജീവിതമാണ് എനിക്ക് നഷ്ടമാകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി ഭയങ്കര ഉറക്കത്തിലാണ്. അപ്പൊ ഉറക്കത്തിൽ ഇങ്ങനെ രൂക്ഷമായിട്ട് ഇങ്ങനെ നമ്മുടെ അലോക് നോക്കുന്നുണ്ട് കേട്ടോ. രൂക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ട് വളരെയധികം ദേഷ്യത്തോടു കൂടി തന്നെയാണ് നോക്കുന്നത്. ഇപ്പം നമ്മുടെ അലോകിന്റെ നമ്പർ 1 ശത്രു എന്ന് പറയുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ഗോമതിയുടെ അമ്മ തന്നെയാണ്. കാരണം ആ ഒരു പ്രമാണം കൊടുക്കാത്ത അത്രയും കാലം, ആ ഒരു പ്രമാണത്തിൽ എന്താണെന്ന് അറിയാത്ത അത്രയും കാലം, ആ ഒരു വൈരാഗ്യവും ആ ഒരു എന്താ പറയുക ക്രൂര മനസ്സുള്ളത് കൊണ്ട് തന്നെ ആ ഒരു കൊല്ലണം എന്നുള്ളൊരു ചിന്തയൊക്കെ സ്വാഭാവിക നമ്മുടെ അലോഹിന് വരും. അപ്പൊ അലോഹ അങ്ങോട്ട് ചെന്നപ്പോൾ കിടന്നുറങ്ങുന്നത് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ അലോഹ കിടക്കുന്നത് കണ്ടില്ലേ, ആ പ്രമാണം എവിടെയാന്ന് അറിയത്തില്ല പോലും. ഇന്ന് ഞാൻ തള്ളനെ കൊണ്ട് പറയിപ്പിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ്. പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അലോഹ ഇങ്ങനെ രൂക്ഷമായിട്ട് ഇങ്ങനെ കണ്ണുരുട്ടി ഇങ്ങനെ നോക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഗോമതിയുടെ അമ്മയുടെ ഗോമതിയുടെ അമ്മ പെട്ടെന്ന് കണ്ണു തുറന്നു കഴിഞ്ഞപ്പോ, എന്താടാ അലോഹി നീ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അത് പിന്നെ ഞാൻ ഒന്നിനുമല്ല മുത്തശ്ശി വന്നത്. മുത്തശ്ശി പറ, എവിടെയാ ഒരു പ്രമാണം ഇരിക്കുന്നത്? മുത്തശ്ശി മറന്നുപോയത് തന്നെയാണോ, അതോ ഇനിയിപ്പം വേറെ എന്തെങ്കിലും ഗുലുമാൽ അതിന് പിന്നിലുണ്ടോ? എന്താണെങ്കിലും പറയാൻ പറയുമ്പം, അത് പിന്നെ മോനെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മറന്നുപോയി. എവിടെ മറന്നുപോയി? എന്തു മറന്നുപോയി? നിങ്ങൾ മറന്നുപോയിട്ടൊന്നുമല്ല, നിങ്ങള് എന്റെ ജീവിതം തകർക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ ആ പ്രമാണം എടുത്ത് മാറ്റി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? എവിടെയാണെന്ന് ഇപ്പൊ പറഞ്ഞോ, ഇല്ലെങ്കിൽ നോക്കിക്കോ, നിങ്ങൾ ഞാൻ കൊന്നു കളയെന്ന് പറഞ്ഞപ്പോ, എന്താ മോനെ അലോഹി നീ കാണിക്കുന്നത്? നീ എന്തൊക്കെ പിച്ചും പേയോ ഈ പറയുന്നത്? ഞാൻ പറയുന്നത് പിച്ചും പേയൊന്നും അല്ല, ഞാൻ പറയുന്നത് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ കഴുത്തെ പിടിച്ച് ഇങ്ങനെ ഞെരിക്കാണ് കേട്ടോ. ഞെരിച്ച് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗോമതിയുടെ അമ്മ മരിച്ചു പോവുകയാണ്. അങ്ങനെ മരിച്ചിങ്ങനെ കിടക്കുകയാണ്. ഏതായാലും ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നൊക്കെ നമുക്ക് നാളെ രാവിലെ കാണാമല്ലേ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. നാളെ രാവിലെ ഒരു 9 മണിയൊക്കെ കഴിയുമ്പോൾ ഫുൾ വിശേഷവുമായിട്ട് ഞാൻ വരാട്ടോ. അപ്പൊ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ നമ്മളിപ്പം വീഡിയോ ഇടാനൊക്കെ കുറച്ച് താമസിക്കുകയും അതുപോലെ തന്നെ ചില ദിവസവും ഇടാത്തതുമൊക്കെ നമ്മുടെ ഈ ഒരു എന്താ പറയുക മഴയും കാറ്റും ഒക്കെ ആണെന്നറിയാം. നിങ്ങൾ പലയിടത്തും കറണ്ട് ഇല്ല എന്നറിയാമല്ലോ. നമുക്കും ഇവിടെയൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു അരമണിക്കൂർ നിൽക്കില്ല കറണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നിന്ന് കഴിയുമ്പോഴത്തേക്കും കറണ്ട് പോവാണ് കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിൽ ചാർജ് നിൽക്കുന്നില്ല. അതാണ് കേട്ടോ, അല്ലാതെ വേറൊന്നും കൊണ്ടും അല്ല. നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടായിരിക്കാം കഥയൊക്കെ. അപ്പൊ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങൾക്കത്, പ്രതീക്ഷിക്കുന്ന സമയത്ത് അത് നിങ്ങൾക്ക് നമ്മുടെ കഥ എന്നും കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്കും അറിയാം. പക്ഷെ നിങ്ങൾ എൻ്റെ സാഹചര്യം കൂടി ഒന്ന് മനസ്സിലാക്കണം, അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേരുന്നു. അതുപോലെ കാറ്റും മഴയും ഒക്കെ എല്ലായിടത്തും ഉണ്ട്. ഒരു ദുരന്തവും ഇനി നമ്മുടെ ഈ ഒരു കേരളത്തിനെ നല്ല ഒരു ഭൂമിയിൽ ബാധിക്കാതിരിക്കട്ടെ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെ. അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കാട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അപ്പൊ ഞാൻ അടുത്ത വിശേഷവുമായിട്ട് വരാമേ. ടാറ്റ ബൈ ബൈ. ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ.